ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം കനകക്കുന്നിൽ സമ്മർ കാർണിവൽ നടക്കുവാണ്. അതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും കാണാനാണ്. നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ നല്ല ബാൻഡ് മേളം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നത് കളയുന്ന ബോട്ടിലൊക്കെ അവിടെ നല്ല കളറായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബാൻഡ് തരും. അത് കൈ കെട്ടിയിട്ട് നമ്മൾ അകത്തോട്ട് കയറണം. 10 ദിവസത്തെ വിസിറ്റാണ് ഇന്നൂടെ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഇടാമെന്ന് കരുതി. നമ്മൾ ഇന്നലെയാണ് പോയത്. 2 ദിവസം മുന്നേ പോയി വീഡിയോ ഇടണമെന്ന് കരുതി, പക്ഷേ നല്ല മഴ കാരണം പോകാൻ പറ്റില്ല. ഇന്നലെ പക്ഷേ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷേ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഇന്ന് തന്നെ പറ്റുന്നവരും ഒന്ന് പോവുക. ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയറൊക്കെ വിട്ടു കൊടുക്കുക ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ. കയറി ഉടൻ തന്നെ ചെസ് മാച്ചസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കയറി കളിക്കാവുന്നതാണ്. പിന്നെ അവിടെ പാനിപൂരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ 150 രൂപ, 200 രൂപ, 50 രൂപയൊക്കെ ഉള്ള പോസ്റ്റേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് കാർണിവലിൻ്റെ അകത്തോട്ട് കയറാം. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഫുൾ രാജസ്ഥാൻ ടച്ചിലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. കയറി അകത്ത് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ക്യാമൽ ഇതാണ്ട് ഇങ്ങനെ അലങ്കരിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ വയ്യാത്ത പോലെ നിന്ന് കേട്ടോ. അതുകൊണ്ട് നമ്മളടുത്ത് പോയി ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ബാക്കി കുറേ ആൾക്കാർ വന്ന് എടുക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ തൊട്ടടുത്ത് രാജസ്ഥാൻ മ്യൂസിക് നടക്കുമായിരുന്നു. കഴിഞ്ഞ രാജസ്ഥാനി ഡാൻസും രാജസ്ഥാനി സ്റ്റൈലിലുള്ള ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നേ. അവിടെ അതിനകത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ രാജസ്ഥാനി ഹോമിൻ്റെ ആർട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ പ്രത്യേക കാഴ്ചയെന്ന് വെച്ചാൽ ഈ വളയൊക്കെ മെയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മൾ പറയുന്ന ഡിസൈനിൽ അവർ വളയൊക്കെ ഉടൻ തന്നെ മെയ്ക്ക് ചെയ്ത് തരുന്നതാണ്. നമ്മൾ കണ്ടു നിന്നതേ ഉള്ളൂ കേട്ടോ, വാങ്ങിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പാവകളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പ്, ഷോളൊക്കെ ഉണ്ടായിരുന്നു. ഷോളൊക്കെ നല്ല റേറ്റാണ്. പിന്നെ മോളും കുഞ്ഞാവയൊക്കെ അവിടെ നിന്ന് ഓട്ടോയുടെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോസ് എടുത്തു. പിന്നെ ആ വീട് പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതിലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അത് കഴിച്ച് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ പാനിപൂരി, ചിക്കൻ പക്കോട, അങ്ങനത്തെ ചായ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ മോള് ചായയും ചിക്കൻ പക്കോടയും മേടിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നിലോട്ട് നടന്നു പോയപ്പോൾ അവിടെ സ്റ്റേജിലോട്ട് ഡാൻസ് നടക്കുന്ന, ഡാൻസ് എന്ന് വെച്ചാൽ അടിപൊളി ഡാൻസ് ആയിരുന്നേ.
ഡാൻസ് കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ലൈറ്റും ഡാൻസും ആയിരുന്നു. നമ്മൾ ഫുള്ള് നിന്ന് കണ്ടു. പിന്നെ അതിന് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ ലൈവായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരു സെക്ഷൻ 150 രൂപയൊക്കെയാണ്. അതിന് നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ഫേസ് സ്റ്റാച്ചു ഒക്കെ ചെയ്യുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മോക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ അടിപൊളി വെൽക്കമിങ് കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ കാണിച്ചിട്ടിരിക്കും. നമ്മൾ അകത്ത് കയറും. അപ്പോൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു ഇതിനകത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗെയിമിങ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള പലതരം ഗെയിമുകളും ഉണ്ടായിരുന്നു. ഫെസ്റ്റിവലിന് പോകാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ നല്ല രീതിയിൽ നല്ല ക്ലിയറായിട്ട് കണ്ടതുപോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഈ ജീനിൻ്റെ കൂടെ ഇന്ന് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ലൊരു അടിപൊളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ആ കുട്ടികളെക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് തന്നെ പോകാൻ പറ്റുന്നവർ ഉറപ്പായിട്ടൊന്ന് പോയി നോക്കുക കേട്ടോ. ഗെയിംസൊക്കെ കളിക്കാനായിട്ട് നമ്മളവിടെ ടോക്കൺ എടുക്കേണ്ടതാണ്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തനിയെ ഇങ്ങനെ കൊട്ടടിക്കുന്ന ആളും അവിടെ ഒളിച്ചിരുന്നിട്ടാണ് കൊട്ടടിക്കുക. കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുണ്ടായിരുന്നേ. നമ്മളൊന്നും നോക്കിയിട്ടില്ല. അതിലധികം തിരക്കുണ്ടായിരുന്നില്ല. തിരിച്ച് ഇറങ്ങാൻ മുന്നേ ആയിട്ട് മോൾ അവിടെ ഒരു ബോളിൻ്റെ ഗെയിം കണ്ടിട്ട് മോൾ അത് ടോക്കണൊക്കെ എടുത്തിട്ട് മോൾ ആ ഗെയിം ഒന്ന് കളിച്ച് നോക്കി. പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ നല്ലൊരു നിഴലാട്ട മാജിക് അങ്ങനെ ഒരു വെറൈറ്റി എല്ലാം അതിന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ പുറത്തിറങ്ങി നിന്നു കേട്ടോ. മോളുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാനും കുഞ്ഞാവയും പുറത്തിറങ്ങി നിന്നു. പക്ഷെ അടിപൊളിയായിരുന്നേ. ഇതൊക്കെ ഓരോ ടൈമിംഗ് അനുസരിച്ചിട്ടാണ് അവിടെ ഓരോ സ്റ്റേജ് കണക്കാക്കിയിട്ടാണ്. ഈ സ്റ്റേജിൽ ഇന്ന പ്രോഗ്രാം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പ്രോഗ്രാമായിട്ട് വിഷ്വലിൽ കാണിക്കുന്നത് 7:30 പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ സമയത്ത് അവിടെ പോയി നിന്നതിലാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാനായിട്ടും കാണാനായിട്ടും പറ്റിയത്. ആ കൈ വച്ചിട്ട് ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ആ കൈ വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ വിഷ്വൽ ഫുള്ളായിട്ട് പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ.
ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ. താങ്ക് യു. ഇത്രയധികം പ്രോത്സാഹനം നൽകിയതിന് വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ അവിടെ കുലുക്കി സർബത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കുലുക്കി സർബത്ത് മേടിച്ചു. പിന്നെ മോള് പൊരിയൊക്കെ മേടിച്ചു. പിന്നെ മാങ്ങ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നേ, അപ്പോൾ അതൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ എല്ലാ ഫെസ്റ്റിവലിനും ഉള്ളതുപോലെ തന്നെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ഇല്ലായാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുട്ടായും കാര്യങ്ങളൊക്കെ മുന്നേ ഉള്ളതുപോലെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും അതിലെടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് വന്നപ്പോഴേ അവിടെ കുറച്ച് ഔഷധങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അതിൽ നിന്ന് എന്തോ മേടിച്ചു. ഇത് സെക്ഷൻ തേനൊക്കെ ഉള്ളതായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ അച്ചാർ, തേയില, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ. നമ്മൾ ഇപ്രാവശ്യമാണ് നമ്മൾ പോയിട്ട് ഒരു സാധനങ്ങളും അധികം മേടിക്കാതെ വന്നത് കേട്ടോ. പിന്നെ ഒരു ഷോപ്പിലാണെങ്കിൽ സാരി, അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ നോക്കാനായിട്ട് പോയിട്ടില്ല. കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് അവിടെ ഫുഡ് കോർട്ട് ഉള്ളത്. അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടില്ല. കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ല ഭംഗിയാണ്. കുറേ നേരം പിള്ളേർ അവിടെ നിന്ന് കളിക്കായിരുന്നു കേട്ടോ. വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ പോകുന്ന പോലെയൊക്കെ പിള്ളേർ ബോട്ടിൽ പോകുന്ന പോലെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ മോളും കുഞ്ഞോമയും കൂടെ കയറി. ഈ ട്രെയിനിലൊന്നും കയറാൻ ആദ്യം ആരുമില്ലായിരുന്നു. ആദ്യത്തെ സെക്ഷനിൽ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതും മോൾ കയറിയപ്പോൾ ആരുമില്ലായിരുന്നു. കുഞ്ഞോമയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവർ ട്രെയിനിലൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട് ഗെയ്സ്. പിന്നെ അവിടെ പുറത്തിറങ്ങാൻ നേരം അവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫയർ വെച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഡാൻസും പാട്ടായിരുന്നാലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നേരെ ആയതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ കവർ ചെയ്യാനായിട്ട് നിന്നില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പറയുകയാണ് ഗെയ്സ്, എല്ലാവരും പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.